ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള ലഞ്ച് മെനു സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ സിമ്പിളായിട്ട് പയറും ക്യാരറ്റും ചേർത്തൊരു മെഴുക്കുവരട്ടി, പഴം പുളിശ്ശേരി, പിന്നെ മീൻ വറുത്തത്. അപ്പോൾ ഈ സീരീസിൽ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് മാത്രമേ കാണിക്കുന്നുണ്ടാവുള്ളൂ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴം പുളിശ്ശേരിക്ക് നമുക്ക് നേന്ത്രപ്പഴമാണ് വേണ്ടത്. അപ്പോൾ സൈസ് അനുസരിച്ച് 1 or 2 എടുക്കുക. ഇതിപ്പോൾ വലിയ സൈസ് ആയതുകൊണ്ട് ഒരെണ്ണേ എടുക്കുന്നുള്ളൂ. പിന്നെ തൈര് നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചത്. പിന്നെ വേണ്ടത് കറിവേപ്പില, കടുക്, മുളക്, ജീരകം, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ ആവശ്യം വരിക. പിന്നെ നമ്മളൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കേണ്ടത് പയറും ക്യാരറ്റും ഉപയോഗിച്ച്. അപ്പോൾ അത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ചെറിയ ഉള്ളി, വെളുത്തുള്ളിയും കൂടി ആവശ്യം വരും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ ഫ്രൈ ആണ്. ഇന്ന് അയിലയാണ് ഞാൻ ഉപയോഗിക്കുന്ന മീൻ. അപ്പോൾ ഇതിനൊരു മസാല നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് വിനാഗിരി, ഇത്രയും സാധനങ്ങൾ ആവശ്യം വരും. പിന്നെ എല്ലാ ഡിഷസിനും നമുക്ക് വെളിച്ചെണ്ണ ആവശ്യം വരും ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള എല്ലാം എടുത്തു വെച്ചിട്ട് ഇനി അടുത്ത് നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനിനുള്ള മസാല റെഡിയാക്കിയിട്ട് അത് പുരട്ടി സൈഡിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പ് എടുക്കാം. നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മീനിൽ നന്നായിട്ട് പുരട്ടി വെക്കുക. അപ്പോൾ മീനിൽ നന്നായിട്ട് മസാല പുരട്ടിയിട്ട് ഇനി ഇതെടുത്ത് സൈഡിലേക്ക് വെക്കാം. അടുത്ത നമുക്ക് പഴം പുളിശ്ശേരിയുടെ പണി തുടങ്ങാം. അതിനായിട്ട് പഴത്തിൻ്റെ അറ്റം ഞാൻ വെട്ടിക്കളഞ്ഞു. ഇനി തൊലി മാറ്റാം. പഴത്തിൻ്റെ നടുക്കെ നമുക്ക് മുറിച്ചിട്ട് ആ കറുത്ത ഭാഗം ഉണ്ടാവുമല്ലോ അതൊന്ന് മാറ്റിക്കളയാം. ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. പാത്രത്തിലെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക്, ജീരകം, ഉലുവ ഇത്രയും ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി ഉലുവയും ജീരകവും ഒന്ന് ചുവന്ന് വരണം. അത് ചുവന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊട്ടിച്ചിടാം. മുളകൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച
നേന്ത്രപ്പഴം ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പഴം വേകാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടിയിട്ട് അടച്ചിട്ട് പഴം നന്നായിട്ട് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള പയർ മുറിച്ചെടുക്കാം. നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. അടുത്തതായിട്ട് ക്യാരറ്റ് നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റും പയറും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളിയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ പഴം ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് തൈര് ഒഴിക്കാം. തൈര് നല്ലോണം അടിച്ചെടുത്ത് വെച്ചതാണ്. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് നോക്കിയിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ, തൈര് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കാൻ പോലും ചെയ്യും. അപ്പോൾ അടുത്തതായിട്ട് മെഴുക്കുവരട്ടിക്ക് ഇവിടെ ഞാൻ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കറിവേപ്പില ചേർക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായി മൂത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുക, കുറച്ച് മുളക് പൊടി, എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും പയറും ചേർത്ത് കൊടുക്കുക. മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് കഷ്ണങ്ങൾ വേവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മീൻ വറുക്കാം. ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ മെഴുക്കുവരട്ടി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ മീൻ ഒരു സൈഡിൽ നിന്ന് കുക്കായപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി നന്നായിട്ട് കുക്കായതിനു ശേഷം നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ മീൻ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വെക്കാം. മെഴുക്കുവരട്ടി നന്നായി വെന്ത് നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും വിളമ്പാൻ റെഡിയായി.
അപ്പോൾ ഈ സിമ്പിൾ തേങ്ങയൊന്നും ഉപയോഗിക്കാത്ത റെസിപ്പി നിങ്ങളും വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.